നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 647th ശ്ലോകം. ടുഡേ ഫസ്റ്റ് സ്കന്ധ 5th chapter 6th ശ്ലോകം. ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 647 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 6ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂതേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 6ാമത്തെ ശ്ലോകം. സവൈ ഭവാൻ വേദ സമസ്തഗുഹ്യ ഉഭാസിതോ യത്പുരുഷപുരാണഃ പരാവരേശോ മനസൈവ വിശ്വം സൃജത്യവത്യത്തി ഗുണൈരസംഘ. ഓം തത്സത്. സവൈ ഭവാൻ വേദ സമസ്തഗുഹ്യം ഉപാസിതോ യത്പുരുഷപുരാണ പരാവരേശോ മനസൈവ വിശ്വം സൃജത്യവത്യത്തി ഗുണൈരസംഘ. ഓം തത്സത്. സ വൈ ഭവാൻ വേദ സമസ്തഗുഹ്യഃ ഉപാസിതോ യത് പുരുഷപുരാണഃ പരാവരേശോ മനസ് ഏവ വിശ്വം സൃജതി അവധി അത്തി സൃജത്യവത്യത്തി ഗുണൈ അസംഗഃ. അതായത് യാതൊന്ന് ഹേതുവായിട്ട് പുരാണ പണ്ടേയുള്ള പുരുഷൻ ഉപാസിക്കപ്പെട്ടു. പരാവരേശ കാര്യകാരണൻ നിയന്താവായിട്ടുള്ള അവൻ മനസാ ഏവ സങ്കല്പത്താൽ തന്നെ അസംഗഃ ഗുണൈരസംഗ എന്നുള്ള അസംഗഃ ചേർച്ചയില്ലാത്തവനായിട്ട് ഗുണങ്ങളെ കൊണ്ട് വിശ്വം ലോകത്തെ സ്വയം ഗുണത്തിൽ ചേർച്ചയില്ലാവനായിട്ട് ഗുണങ്ങളെ കൊണ്ട് തന്നെ വിശ്വത്തെ അത്തി എന്നുള്ളത് സൃജതി സൃഷ്ടിക്കുന്നു, അവധി രക്ഷിക്കുന്നു, അത്തി സംഹരിക്കുന്നു. സമസ്തഗുഹ്യം സകല രഹസ്യങ്ങളെയും സ ഭവാൻ അവൻ വേദഃ അറിയുന്നു. അതായത് യാതൊന്നു ഹേതുവായിട്ട് പണ്ടേയുള്ള ആ പുരുഷൻ, അതായത് ആ ഭഗവാനെയാണ് ഇവിടെ പറയുന്നത്. എല്ലാവരാലും ഉപാസിക്കപ്പെടുന്ന ആ ഭഗവാൻ, കാര്യകാരണ നിയന്താവായിട്ടുള്ള ആ ഭഗവാൻ തൻ്റെ സങ്കല്പത്താൽ തന്നെ ഒന്നിലും ചേർച്ചയില്ലാതെ അസംഗഃ ഗുണങ്ങളിലൊന്നും ചേർച്ചയില്ലാതെ എന്നാൽ ഗുണങ്ങളാൽ സൃഷ്ടി സ്ഥിതി സംഹാരം. അതായത് സൃജതി അവധി അത്തി സൃഷ്ടിക്കുന്നു, രക്ഷിക്കുന്നു, സംഹരിക്കുന്നു. അങ്ങനെയുള്ള ആ ഭഗവാന്റെ സമസ്തഗുഹ്യം എല്ലാ രഹസ്യങ്ങളും അറിയുന്ന നാരദമുനി നാരദമുനിയോട് പറയുന്ന അവിടുന്ന് അങ്ങനെയുള്ള ആ പരമഭഗവാന്റെ എല്ലാ രഹസ്യങ്ങളും നാരദമുനിക്ക് അറിയാം. അങ്ങനെയുള്ള ആ നാരദമുനി വന്ദിക്കുകയാണ് ഇവിടെ. നാരദമുനിയുടെ മഹാത്മ്യം പറയുകയാണ് വ്യാസഭഗവാൻ. നാരദമുനിയെ വന്നിച്ചിരുത്തിയിട്ട്
തൻ്റെ വിഷമത്തിൻ്റെ കാരണം അന്വേഷിക്കുകയാണ്. എനിക്ക് എന്തുകൊണ്ടാണ് വിഷമം എന്ന് അവിടുന്ന് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞിട്ട് എങ്ങനെയുള്ള നാരദമുനി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പുരാണങ്ങളെയെല്ലാം അറിയാവുന്ന ആദിപുരുഷനായിട്ടുള്ള ആ ഭഗവാനെ, ഏതൊരു ഭഗവാനാണോ ഗുണങ്ങളിൽ ചേർച്ചയില്ലാതെ എന്നാൽ ഗുണങ്ങളെ കൊണ്ട് തന്നെ ഈ സമസ്ത ലോകത്തെയും സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നത്, അങ്ങനെയുള്ള ആ അറിയാൻ കഴിയാത്ത ഭഗവാന്റെ സകല രഹസ്യങ്ങളും അറിയുന്നവനായിട്ടുള്ള അല്ലയോ മുനെ എന്ന് വിചാരിക്കും. അടുത്ത ശ്ലോകത്തിലും കൂടി നാരദമുനിയെ വന്ദിച്ചുകൊണ്ട് വ്യാസഭഗവാൻ ഈ ശ്ലോകം ഈ വന്ദനം പൂർത്തിയാക്കിയിട്ട് തൻ്റെ വിഷമം ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി 2 ശ്ലോകങ്ങളിലായിട്ടാണ് നാരദമുനിയുടെ അറിവിൻ്റെയും അതിൻ്റെ കാരണത്തെയും ഒക്കെ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. സവൈ ഭവാൻ വേദ സമസ്ത ഗുഹ്യമുപാസിതോ യത് പുരുഷപുരാണഃ പരാവരേശോ മനസൈവ വിശ്വം സൃജത്യവത്യത്തി ഗുണൈരസംഗഃ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം തത്സത്.